അതായത് കുട്ടിക്ക് പനിയും ജലദോഷമായിട്ടാണ് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മരുന്ന് കുറിച്ച് തന്ന് നമ്മൾ അത് അവിടെയുള്ള ഒരു മെഡിക്കൽ ഷോപ്പ് പോയിട്ട് വാങ്ങിച്ചു. നമ്മൾ വീട്ടിലേക്ക് പോയി ആ മരുന്ന് കൊടുത്തു. അപ്പോൾ കാൽപോളോ സിറപ്പ്, കാൽപോളോ ആണ് മരുന്നിൻ്റെ പേര് പറഞ്ഞിരുന്നു. അത് 5 ml കൊടുക്കേണ്ടതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ പനി ആ സമയത്ത് കൊടുത്ത് 2 പ്രാവശ്യം കൊടുത്ത്, പിന്നെ 3ാമത് പ്രാവശ്യം ഞായറാഴ്ച കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് മരുന്ന് ഇല്ല. അങ്ങനെ സംശയം ഇതെന്ത് ഇത്ര പെട്ടെന്ന് തീർന്നു വരുന്നില്ല. അങ്ങനെ അത് നോക്കുമ്പോഴാണ് ഇത് ഡോക്ടർ കുറിച്ച് തന്നത് സിറപ്പും ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നത് ഡ്രോപ്സും ആണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായത്. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ തന്നെ നമ്മൾ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ കണ്ടപാട് നമ്മളോട് പറഞ്ഞ് ഇത് ഹൈ ഡോസ് ആയിപ്പോയി, ഞാൻ കുറിച്ച് തന്നതല്ല ഇവർ തന്നിട്ടുള്ളത്, അവർ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ലിവറിൻ്റെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടർ ഇത് തന്ന് നമ്മളത് ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഹൈ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടും നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഇവർ ഇവിടുന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് 24 മണിക്കൂർ ആ ഒരു മെഡിസിൻ കൊടുത്തിട്ട് അതിന് ശേഷം നമുക്കൊരു ടെസ്റ്റും കൂടി ചെയ്യുക, അതിലെന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വീണ്ടും ബുധനാഴ്ച രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും ഹൈ ആയിട്ടാണ് കാണിച്ചത്. 1.5 അത് 2.9 എത്തി. 2.9 കഴിഞ്ഞാൽ അത് നമ്മുടെ ലിവറിനെ നല്ലോണം ബാധിച്ചെന്നാണ് അതിൻ്റെ ഇതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ്. അത് ലിവറിൻ്റെ ഫങ്ഷൻ കൂടുതൽ തകരാറിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനുള്ളൊരു വിദഗ്ധമായ ചികിത്സ തേടേണ്ടി വരും. അങ്ങനെ ഇവിടെയില്ല തന്നെ ലിവറിൻ്റെ ഡോക്ടറെ കണ്ട്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് നമുക്ക് ഒരു ടെസ്റ്റും കൂടി എടുക്കാം, അതിലെന്തെങ്കിലും വേരിയേഷൻ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, അതിൽ കുറവാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കുറവായിട്ട് കാണിച്ച്, അപ്പോൾ അതൊരു ആശ്വാസമുള്ള ഒരു റിപ്പോർട്ടായിരുന്നു നമ്മൾക്ക് കിട്ടിയത്. അതെന്നിട്ട് വീണ്ടും ഒരു പറഞ്ഞ് നമുക്ക് നാളെ രാവിലെ, അതായത് ഇന്ന് രാവിലെ ഒരു ടെസ്റ്റും കൂടി എടുത്തതിന് ശേഷം നമുക്ക് എന്താണ് തീരുമാനിക്കുക, അതിലും കുറവാണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ ചാൻസസ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം വീണ്ടും ഇത് മെഡിസിൻ ഇത് ബ്ലഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഏകദേശം ഒരു 10 മണി ആ സമയമാകുമ്പോഴത്തേക്ക് കിട്ടും. അതിൻ്റെ റിപ്പോർട്ടിലും കുറവാണെങ്കിൽ പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇനി ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിപ്പോൾ നിയമ നടപടിയായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കണ്ണൂർ ഡ്രഗ്സ് ഡിപ്പാർട്ട്മെൻറ്റിലും കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ ഷോപ്പ് അവരുടെ ഭാഗത്ത് നിന്നും ഇതുവരെ ഒരു റെസ്പോണ്ട് ഉണ്ടായിട്ടില്ല. അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഓണർ നമ്മളോട് ഭയങ്കര ഇതായിട്ടാണ് സംസാരിച്ചത്. നിനക്ക് പറ്റുന്നത് നീ ചെയ്തോ, നീ കേസ് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗുഡൻ്റെ ഒരു അവസ്ഥയിലാണ് അയാൾ നമ്മളോട് സംസാരിച്ചത്. അയാളെ ഭാഗത്ത് നിന്ന് വന്ന ആ ഒരു തെറ്റ് അയാൾ അംഗീകരിക്കാണ്ട് നമ്മളെ ഇതാക്കുകയാണ് അവർ ചെയ്തത്.